പുല്ല് ഉണങ്ങും, പൂ വാടിപ്പോകും, എന്നാൽ ദൈവത്തിൻ്റെ വചനം എന്നേക്കും നിലനിൽക്കുന്നു. ഒരിക്കലും മാറാത്ത, ആകാശവും ഭൂമിയും മാറിപ്പോയാലും മാറാത്ത ദൈവത്തിൻ്റെ വചനം ഈ പ്രഭാതത്തിൽ നമുക്ക് ധ്യാനിക്കാം. അത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഏറെ ചൈതന്യം, ഉത്സാഹം നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി 1 പത്രോസ് 5-ാം അധ്യായം 7-ാമത്തെ വാക്യം വായിക്കുന്നു. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ദൈവത്തിൻ്റെ കരുതൽ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു മനുഷ്യൻ പോലും ഈ ലോകത്തിലുണ്ടാവില്ല. എന്നാൽ കരുതുന്നത് ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞവർ വളരെ കുറച്ചാളുകൾ മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ കരുതൽ അനുഭവിക്കാത്ത ആരുമില്ലെങ്കിലും അത് തിരിച്ചറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവർ എത്രയോ അനുഗ്രഹീതരാണ്. ദൈവത്തിൻ്റെ കരുതലിനെക്കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ ഇവിടെ പറയുകയാണ്. ദൈവത്തിൻ്റെ കരുതൽ ഒരുപാട് അനുഭവിച്ച ഒരു മനുഷ്യനാണ് പത്രോസ്. ഗന്നേസരത്ത് തടാകത്തിൻ്റെ കരയിൽ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കാതെ വല കഴുകിക്കൊണ്ടിരുന്നപ്പോഴാണ് കർത്താവിൻ്റെ വാക്കിന് പത്രോസ് വലയിറക്കുന്നത്. പെരുത്ത മീൻകൂട്ടം ആണ് കർത്താവിൻ്റെ വാക്കിന് പത്രോസ് വലയിറക്കിയപ്പോൾ, ആഴത്തിലേക്ക് വലയിറക്കിയപ്പോൾ ലഭിച്ചത്. ആ മീൻപിടുത്തത്തിൽ പത്രോസ് അത്ഭുത പരതന്ത്രനായി എന്ന് നമുക്കറിയാം. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും തൻ്റെ പ്രയത്നം കൊണ്ട് തനിക്ക് ലഭിക്കാത്തത് ദൈവം തനിക്ക് വേണ്ടി നൽകിയത്, ദൈവത്തിൻ്റെ കരുതൽ താൻ അനുഭവിച്ചു എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ തെളിവാണ്. കർത്താവ് നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മെ കരുതുന്നവനാണ്. കർത്താവിന് വേണ്ടി അല്പസമയം പത്രോസ് തൻ്റെ പടക് വിട്ടുകൊടുത്തു, തൻ്റെ സമയം വിട്ടുകൊടുത്തു, തന്നെ വിട്ടുകൊടുത്തു. ഒരു സമർപ്പണം പത്രോസിൻ്റെ ജീവിതത്തിൽ കാണാം. സമർപ്പിതനായ പത്രോസിനെ കരുതുന്ന ദൈവത്തിൻ്റെ കരം എത്ര അനുഗ്രഹീതമാണ്. അനുഭവത്തിൽ നിന്നാണ് പത്രോസ് പറഞ്ഞത്, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കാത്ത എന്നെ കരുതിയ ഒരു കർത്താവുണ്ട്. ആ കർത്താവിൻ്റെ മേൽ നിങ്ങളുടെ ചിന്താകുലങ്ങൾ നിങ്ങൾ ഇട്ടുകൊള്ളണം. രണ്ടാമതായി പത്രോസിൻ്റെ അമ്മാവിയമ്മയുടെ ജ്വരത്തെ സംബന്ധിച്ചുള്ള, പനിയെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നമാണ്. പത്രോസിൻ്റെ അമ്മായിയമ്മ കഠിന ജ്വരം ബാധിച്ച് ഭവനത്തിൽ കഴിയുന്ന സന്ദർഭത്തിൽ യേശു അവിടെ ചെന്ന് അവളുടെ ജ്വരത്തെ ശാസിച്ച് അവളെ സുഖപ്പെടുത്തിയത് തിരുവെഴുത്തിലുണ്ട്. ജ്വരം വിട്ടുമാറിയ ഉടനെ അവൾ എഴുന്നേറ്റ് യേശുവിനെ ശുശ്രൂഷിച്ചു. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്ന ദൈവത്തിൻ്റെ കരുതൽ. കർത്താവ് സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ വഹിച്ചവനും നമ്മുടെ വേദനകളെ ചുമന്നവനുമാണ്. സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു, അവിടുന്ന് നമ്മുടെ അകൃത്യങ്ങളൊക്കെയും മോചിക്കുന്നു, നമ്മുടെ സകല രോഗങ്ങളും സൗഖ്യമാക്കുന്നു. യേശു നല്ല വൈദ്യനാണ്, ആത്മാവിൻ്റെ വൈദ്യൻ ആകുന്നു. എന്നാൽ അത് മാത്രമല്ല, നമ്മെ ശരീരത്തിൽ സൗഖ്യമാക്കുവാൻ ദൈവത്തിന് അധികാരമുണ്ട്. ദൈവത്തിൻ്റെ കരുതൽ വീണ്ടും അനുഭവിച്ച പത്രോസ് രോഗം വരുമ്പോൾ കരുതുന്ന, ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ കരുതുന്ന, ജ്വരം കഠിനപ്പെടുമ്പോൾ കരുതുന്ന, സുഖം തന്ന് കരുതുന്ന, ബലം തന്ന് കരുതുന്ന ആ കർത്താവിൻ്റെ മേൽ നിങ്ങളുടെ ചിന്താകുലങ്ങൾ ഇട്ടുകൊള്ളുവാൻ പത്രോസ് പറയുകയാണ്. തൻ്റെ ജീവൻ തന്നെ അപകടത്തിലായി പോയ മറ്റൊരു സന്ദർഭം പത്രോസിൻ്റെ ജീവിതത്തിലുണ്ടായി. യേശുവിൻ്റെ വാക്ക് കേട്ട് അക്കരയ്ക്ക് പോവുകയായിരുന്നു ശിഷ്യന്മാരും യേശു. കർത്താവ് പടകിൽ തലവെച്ച് കിടന്നുറങ്ങുന്ന ആ സന്ദർഭത്തിൽ കാറ്റടിച്ചു, പടക് ഉലഞ്ഞു തകർന്നു പോകുന്നു എന്നവർക്ക് തോന്നി. നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് ചോദിച്ച് പത്രോസ് ശിഷ്യന്മാർ യേശുവിനെ ഉണർത്തുന്നു. ആ സന്ദർഭത്തിൽ കർത്താവ് കാറ്റിനെ ശാസിച്ചു. കാറ്റ് അടങ്ങി, കടൽ ശാന്തമായി. ആഗ്രഹിച്ച തുറമുഖത്ത് അവരെത്തി. ജീവനെതിരെ ആഞ്ഞടിച്ചതായ ഒരു കൊടുങ്കാറ്റിനെയാണ് കർത്താവ് ശാസിച്ച് മുന്നോട്ട് നടത്തിയത്. പ്രാണനെ മരണത്തിൽ നിന്ന്, കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, കാലിനെ വീഴ്ചയിൽ നിന്ന് വിടുവിക്കുന്ന, കരുതുന്ന ഒരു കർത്താവുണ്ടെന്ന് അനുഭവിച്ചറിഞ്ഞ പത്രോസ് വീണ്ടും പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ ജീവൻ അപകടത്തിലാണെങ്കിലും ജീവനെ കരുതുന്ന, പ്രാണനെ കരുതുന്ന
ഒരു കർത്താവുണ്ട്. ആ കർത്താവിൻ്റെ മേൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും ഇട്ടുകൊള്ളുക. വേലക്കാരി പെണ്ണിൻ്റെ മുമ്പിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞ് വള്ളവും വലയും പടകും എല്ലാം എടുത്ത് മറ്റുള്ളവരെയും വിളിച്ച് യേശുവിനെ വിട്ടുപോയ ഒരു അനുഭവം പത്രോസിൻ്റെ ജീവിതത്തിലുണ്ടായി. പിന്മാറ്റക്കാരനായി ജീവിച്ച ചില ദിവസങ്ങൾ, ചില നിമിഷങ്ങൾ അദ്ദേഹത്തിനുണ്ടായി. എന്നാൽ ചതഞ്ഞ ഓട ഒടിക്കാത്ത, പുകയുന്ന തിരികെടുത്താത്ത കർത്താവ് തൻ്റെ അകൃത്യങ്ങളെ ഓർമ്മ വെക്കാതെ വീണ്ടും തന്നെ നോക്കി അക്കടപ്പുറത്ത് കാത്തിരുന്ന തനിക്ക് വേണ്ടി തീയിൽ ചുട്ട അപ്പവും മീനും ഒരുക്കി വെച്ച് തന്നെ കരുതിയ കർത്താവിൻ്റെ കരുതൽ പത്രോസിന് ഒരിക്കലും മനക്കുവാൻ കഴിയുകയില്ല. പിന്മാറ്റ ജീവിതത്തിലേക്ക് പോയ തൻ്റെ മടങ്ങിവരവും കാത്ത് തനിക്ക് വേണ്ടുന്നത് ഒരുക്കി തന്നെ കാത്തിരുന്ന കർത്താവ് ഹൃദയം നുറങ്ങിയവർക്ക് സമീപസ്ഥനാണ്. അവിടുന്ന് കരുതുന്നവനാണ്. അതുകൊണ്ട് ഹൃദയം കൊണ്ട് അല്പമെങ്കിലും കർത്താവിൽ നിന്ന് മാറിപ്പോയ ആളുകളോടും പത്രോസിന് പറയാനുള്ളത്, അവിടുന്ന് കരുതുന്ന ദൈവമായതുകൊണ്ട്, ചതഞ്ഞ ഓട ഒടിക്കാത്ത, പുകയുന്ന തിരികെടുത്താത്ത ദൈവമായതുകൊണ്ട് നിങ്ങളുടെ ചിന്താകുലങ്ങൾ അവൻ്റെ മേലിട്ടുകൊള്ളുവേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ആശയറ്റവരായി ജീവിക്കുന്ന അനേകായിരം ആളുകൾ സമൂഹത്തിലുണ്ടെന്നാൽ ഭാരമെല്ലാം കർത്താവിൻ്റെ മേലിട്ടുകൊള്ളുവാനുള്ള വിശ്വാസവും ധൈര്യവും പ്രത്യാശയും എല്ലാവർക്കും കൊടുക്കണം. ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. യേശുവേ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവേ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. യേശുവേ നോക്കി ജീവിപ്പാൻ ഇവയെ